കോളറ ബാധിക്കുന്നത് എങ്ങനെ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം കാണാം 24 എക്സ്പ്ലെയിനർ. കുടലിലുണ്ടാകുന്ന ബാക്ടീരിയ അണുബാധയാണ് കോളറ. ഇത് ശരീരത്തെ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന പ്രധാന ധാതുക്കൾ, ഇലക്ട്രോലൈറ്റുകൾ വേഗത്തിൽ നഷ്ടപ്പെടുന്നതിനും നിർജ്ജലീകരണം സംഭവിക്കുന്നതിനും കാരണമാകും. ഇനി ഈ അണുബാധയ്ക്ക് കാരണമാകുന്ന സാഹചര്യം എന്തെന്ന് പരിശോധിക്കാം. വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ മലിനമായ ഭക്ഷണമോ വെള്ളമോ കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അണുബാധയാണ് കോളറ. പ്രായഭേദമന്യേ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കുന്ന കോളറയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. വയറിളക്കമാണ് പ്രധാനപ്പെട്ട ലക്ഷണം. കൂടുതൽ തവണ വയറിളകി പോകുന്നതിനാൽ വളരെ പെട്ടെന്ന് നിർജ്ജലീകരണം സംഭവിച്ച് ഗുരുതരാവസ്ഥയിലാകാനും സാധ്യതയുണ്ട്. ശുദ്ധജലമോ ടോയ്ലറ്റ് സൗകര്യങ്ങളോ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലാണ് കോളറ മിക്കപ്പോഴും പടരുന്നത്. നിർജ്ജലീകരണമാണ് ഇതിന്റെ വലിയൊരു കോംപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ ORS ലായനി, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്ന ORS ലായനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം, നാരങ്ങ വെള്ളം എന്നീ ലായനികളെല്ലാം നമുക്ക് ഡീഹൈഡ്രേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. രോഗം പിടിപെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയെന്ന് കൂടി നമുക്ക് നോക്കാം. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക എന്നതാണ് പ്രധാനം. നന്നായി തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. മത്സ്യം, കക്ക, കൊഞ്ച് തുടങ്ങിയവ വൃത്തിയായി കഴുകി നന്നായി പാകം ചെയ്ത ശേഷം മാത്രം കഴിക്കുക. പച്ചവെള്ളവും തിളപ്പിച്ച വെള്ളവും കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കരുത്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക. ആഹാര സാധനങ്ങൾ ഒരിക്കലും തുറന്നു വെക്കരുത്. രോഗം വരാതിരിക്കുക ഉറപ്പാക്കാനും രോഗം ബാധിച്ചാൽ വേഗത്തിൽ മുക്തി നേടാനും നല്ല കരുതലും ചികിത്സയിലൂടെ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്.